ഞാൻ മഞ്ജു ചേച്ചി കാരണം മഞ്ജു ചേച്ചിയാണല്ലോ പസടി. ആകേഷിന് പ്രണയമുണ്ടോ? ഞങ്ങള് പറഞ്ഞു പറഞ്ഞ അവസാനം ഞങ്ങളെ ചീത്തോളി. പക്ഷേ അവിടെ ഒരു വിലാസിനി ഉണ്ട് ഇതുപോലെ. ആണോ? ആ നീ കാരണം എനിക്ക് വെളിയിറങ്ങാൻ പറ്റില്ലെന്ന്. ഞാൻ അവരോട് നമ്മളെന്ത് ചെയ്തു? എൻ്റെ പേര് വിലാസിനി എന്നാണ്. ആ അത് കുഴപ്പമില്ല, സ്ഥലം വെടിവെച്ചാൽ കോവിൽ. ഫൺ വിത്ത് സ്മൃതി ഒന്നുകൂടെ ഞാൻ ഇങ്ങനെ ചോദിക്കും, അതായത് ഇങ്ങനെ എന്താ പറയാ, രണ്ടുപേരെ വെച്ച് ചോദിക്കുക, അതിൽ ആരെ ഇഷ്ടം എന്ന് മാത്രം പറഞ്ഞാൽ ഓക്കെ? എല്ലാരും പറയണേ കേട്ടോ. ഓരോരുത്തരോട് ചോദിക്കാതോ? ആ ഞാൻ ഓരോരുത്തരോട് ചോദിച്ചോളാം എന്ന് പറഞ്ഞാൽ ഒരാൾ പറഞ്ഞാൽ കേട്ടിട്ട് പറയരുത്. പിന്നെ രണ്ടുപേരെ എനിക്ക് ഇഷ്ടമാണ് അങ്ങനെയും പറയണില്ല. ആ അങ്ങനെ ഒരു സാധനം. പക്ഷേ ഒരാളെ പറയാൻ പറ്റുള്ളൂ, രണ്ടുപേരൊന്നും പറയരുത്. ഓക്കെ ഓക്കെ. ആദ്യം ശ്രീധരനോട്. മഞ്ജു ചേച്ചി ഒരു രമേശ് ചേട്ടൻ. മഞ്ജു ചേച്ചി. ഓക്കെ. മഞ്ജു ചേച്ചി और വിപിൻ ചേട്ടൻ. അതില്ല. മഞ്ജു ചേച്ചി और നസീർക്ക. മഞ്ജു ചേച്ചി और നവാസിക്ക. മഞ്ജു ചേച്ചിയുടെ ഫാൻസ് നമ്മളതാ. മഞ്ജു ചേച്ചി और കാർത്തി. പെട്ടടേ പെട്ട്. മഞ്ജു കത്തിക്. കാർത്തിക് മഞ്ജു. നീ എന്താ ചെയ്യും? പറഞ്ഞോ പറ്റില്ല, ഒരാളുടെ പേര് പറയത്തുള്ളൂ. രണ്ടും അത് അങ്ങനെ നമ്മളിപ്പോ കണ്ണുണ്ടെങ്കിൽ രണ്ട് വലത് കണ്ണും ഇടത് കണ്ണും നേരത്തെ എല്ലാം അങ്ങനെ പറഞ്ഞല്ലോ. അതങ്ങനെ നമ്മൾ അതപ്പോ അങ്ങനെയാണ് ഒരു അങ്ങനെയാണ്. അത് മോശാടെ. ഞാൻ മഞ്ജു ചേച്ചി കാരണം മഞ്ജു ചേച്ചിയാണല്ലോ പസടി. മഞ്ജു ചേച്ചി കാർത്തിക് ഇഷ്ടം, ഒത്തിരി ഇഷ്ടം, രണ്ടുപേരും ഇഷ്ടമാണ്. എന്നാലും മഞ്ജു ചേച്ചി. ഓക്കെ. അപ്പം ആകേഷിന് ചൊറിയാതെ ഈടാ അങ്ങോട്ട്. ആകേഷിന് പ്രണയമുണ്ടോ? മുത്തൂറ്റിരിപ്പുണ്ട്. പണയമല്ല. അല്ല, ഒരു കുട്ടി മുത്തൂറ്റിരിപ്പുണ്ട്. എന്തെങ്കിലും ലവ് ഫെയിലിയേഴ്സ് ഉണ്ടോ? ഇമോഷണൽ ആയിട്ടുള്ള എന്തെങ്കിലും ഫെയിലിയേഴ്സ് ഉണ്ടോ? കിട്ടൂല. അതും ഇംഗ്ലീഷ് ആണല്ലോ. എന്തെങ്കിലും വിഷമങ്ങളുണ്ടോ? അതിനെ തേച്ചിട്ട് പോയതോ അല്ലെങ്കിൽ എന്തെങ്കിലും? ആ പേര് പറയണ്ട. പറ. ഉണ്ടോന്ന് വെച്ചാ ഉണ്ട്, കഥയായിട്ട് പറയാനൊന്നും പറ, ഞങ്ങക്ക് രസമുണ്ട്. അത് സങ്കടപ്പെടുന്ന കഥ പറഞ്ഞോ, കുഴപ്പമില്ല. സങ്കടം വരുന്നല്ല, ഉണ്ടായിരുന്ന പോയാ പിന്നെന്തിനാ പറയുന്നത്? ഇപ്പൊ ഉണ്ടോന്ന് വെച്ചാ ഉണ്ട്, അത്ര പോലെ. എന്തേലും അതിനെ പറ്റി എന്തെങ്കിലും പറയടോ. എന്താ പറയാനാ, എനിക്കും ഇഷ്ടമാണ് അവൾക്കും ഇഷ്ടമാണ്, പക്ഷെ ഞങ്ങൾ ഒന്നിക്കുന്ന വീട്ടുകാർക്ക് ഇഷ്ടമല്ല. അഖില് അകേഷ് പേരായിട്ട് വന്നല്ലോ ബമ്പർച്ചിരിയിലേക്ക്. അതെങ്ങനെയായിരുന്നു? നിങ്ങള് എങ്ങനെയാണ്, ഫ്രണ്ട്സ് ആണോ അതോ എങ്ങനെയാണ് കണ്ടുമുട്ടി അവിടെ വന്നത്? ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അങ്ങനെ കമ്പനിയായിരുന്നു. ഇവന്റെ ഒരു വീഡിയോ ഇങ്ങനെ വൈറൽ ആയിക്കൊണ്ടിരുന്നേ. അന്നേരം ഞാൻ ഇത് കണ്ടു, അളിയ സൂപ്പർ വീഡിയോ, കിടിലം വീഡിയോ. നിങ്ങൾ ഞങ്ങളുടെ റീൽസ് അഖിലിന്റെ. ഈ അഖിലിന്റെ ഒരു ആകേഷിന്റെ ഒരു പ്രത്യേകത കേട്ടോ, എല്ലാരും അളിയാന്ന് വിളിക്കത്തുള്ളൂ അല്ലേ? അതൊന്നും പറയണ്ട നമ്മള് അവിടെ. ഇനി പറ. അളിയ ബന്ധം. അങ്ങനെ അവന്റെ വീഡിയോ ഇങ്ങനെ വൈറൽ ആയിക്കൊണ്ടിരുന്നപ്പോ ഞാൻ ഇങ്ങനെ മെസ്സേജ് അയച്ചു, അളിയ കൊള്ളാം, സൂപ്പർ ആയിരുന്നു പറഞ്ഞു. അപ്പൊ നീ എന്റെ വീഡിയോ കണ്ടിട്ടുണ്ടല്ലോ അതിന് മുമ്പ്? ഞാൻ അങ്ങോട്ട് അയച്ചതാ. നമുക്ക് പിന്നെ ഈഗോ അല്ലല്ലോ, നമ്മൾ അങ്ങോട്ട് അയക്കും. എന്തോ വെച്ച് അളിയ സൂപ്പർ വീഡിയോ കിടില്ലോ എന്ന് പറഞ്ഞു. ഒന്നിച്ചൊരു വീഡിയോ ചെയ്യണേന്ന് പറഞ്ഞു. അന്നാ പറഞ്ഞ് ഞാൻ ഇവൻ രക്ഷപ്പെട്ടു പോയി, ഇവന്റെ കൂടെ എനിക്ക് രക്ഷപ്പെടാൻ. അപ്പൊ അന്നേരം അളിയൻ തിരിച്ചവിടുന്നു, നിന്റെ വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടോ, സൂപ്പർ ആക്കിയിട്ടില്ലോ. ഞങ്ങള് പറഞ്ഞു അവസാനം ഞങ്ങളെ ചീത്തോളിയായി. തമാശക്ക് ഒരു ബന്ധം, ഒരു ബോണ്ട് വന്നു. അപ്പൊ തന്നെ മനോരമന്ന് ഇതേ വീഡിയോ കണ്ടിട്ട് വിളിച്ചിട്ട് വരാൻ പറഞ്ഞു ഒരു പേരുമായിട്ട്. അപ്പൊ ഞാൻ അളിയുടെ അടുത്ത് പറഞ്ഞു നാളെ ഞാൻ വരുന്നോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എന്താ ചോദ്യം, ഇതാ വരുന്നു. അതായിരുന്നു ഞാൻ ചോദിച്ച ഏറ്റവും വലിയ തെറ്റ്.
ഓക്കെ, അപ്പം എന്റെ നല്ലതും അവൻ്റെത് കഷ്ടകാലവും. അപ്പം ശ്രീതേട്ട, വിലാസിനി, വെടിവെച്ചാങ്കോവിൽ വിലാസിനി, അത് നമ്മുടെ പ്രേക്ഷകരെല്ലാം ഏറ്റെടുത്തൊരു ക്യാരക്ടറാണ്. അപ്പോൾ അതിലേക്ക് എന്താ പറയുക, ആ ഒരു ക്യാരക്ടറിലേക്ക് വരാനുള്ളൊരു ഇൻസിഡൻറ്റ് എന്തെങ്കിലും ഉണ്ടോ? അത് നമുക്ക് നാടകം കളിക്കുമ്പോൾ എപ്പോഴും ആണാണ് കളിക്കുന്നത്, തെറ്റിച്ച് കോമഡി കളിക്കുമ്പോൾ. അപ്പോൾ നമ്മൾ എന്തുകൊണ്ട്, ഞാൻ ശിവപ്രസാദായിരുന്നു ഫസ്റ്റ് സ്കിറ്റ് കളിച്ചത്. നമ്മൾ ഈ ആലോചിച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ 15 അടിച്ചിട്ട് പോയി വിഷമിച്ചു. അപ്പോൾ എങ്ങനെയെങ്കിലും തിരിച്ച് ബെമ്പർ അടിക്കണം. സീസൺ 1 തുടക്കം രണ്ടാമത്തെ സ്കിറ്റാണ് വിലാസിനി കളിക്കുന്നത്. അപ്പോൾ സ്കിറ്റ് ഉണ്ടാക്കിക്കൊണ്ട് അവിടെ പോയി കളിക്കണം. അവിടെ പോയി അങ്ങനെ നമുക്ക് ഗ്രൂമർ നമുക്ക് അറിഞ്ഞൂടെ എന്താണ്. അങ്ങനെ നോക്കിയപ്പോൾ ഒരു കഥാപാത്രം വേണം, ആ ഒരു പെണ്ണ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇത് നാടകം മാറ്റിച്ച് കളിക്കുന്നത് ഒരു പെണ്ണ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു കഥാപാത്രം വിലാസിനി ഇട്ട് എന്നിട്ടപ്പോൾ ഞാൻ അപ്പോഴും എന്നാ കുറേ പാട്ട് ഇറങ്ങിയ സമയത്തായിരുന്നു. അപ്പോൾ ശിവയുടെ വീട്ടിൽ ഇട്ടപ്പം ഞാൻ അഴകാന തോട്ടത്തിലെ തോട്ടം അത് പാടി. അപ്പം ഞാൻ ഈ വരി എന്നാ കുറേ കറക്റ്റായിട്ട് പറഞ്ഞു. അപ്പം ഇത് അതിലോട്ട് കൊടുത്തു. അപ്പോഴൊരു സ്ഥലം വേണം, വിലാസിനി ഓക്കെ, സൗണ്ട് ഓക്കെ, എല്ലാം ഓക്കെ. അപ്പം എവിടെ സ്ഥലം ഇടും? അപ്പം നമ്മൾ പറയാൻ നേരത്ത് വെടിവെച്ചാങ്കോല് പൈസ കൊടുത്ത് വെടി പൊട്ടി. അപ്പം വെടിവെച്ചാങ്കോ വിലാസിനി കറക്റ്റായി. അങ്ങനെ വെടിവെച്ചാങ്കോ വിലാസിനി ആയത്. പക്ഷേ അവിടെ ഒരു വിലാസിനി ഉണ്ട് ഇതുപോലെ. ഞാൻ ശിവപ്രസാദായിട്ട് എനിക്ക് ശ്വാസം മുള്ളിലായിട്ട് പോയി ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ബെമ്പർ അടിച്ച് അപ്പം കുറച്ചൊക്കെ ആൾക്കാരൊക്കെ അറിഞ്ഞു തുടങ്ങി. അപ്പോഴേ പഞ്ചായത്ത് ഹോസ്പിറ്റലിൽ ഇരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മൾ ഓപ്പോസിറ്റ് ഞാൻ ഇങ്ങനെ ശ്വാസം മുള്ളിലായിട്ട് ഇങ്ങനെ ഇളുത്തിരുന്നപ്പോൾ ശിവപ്രസാദത്തിൽ ഇരിക്കുകയാണ്. അപ്പോൾ ഓപ്പോസിറ്റ് അമ്മ ചെന്നിരിക്കുന്നു, എന്ത് പറ്റി? ഞാൻ പറഞ്ഞു വയ്യ. ശിവപ്രസാദ് വയ്യ ഇളുത്തിരിക്കണം. എങ്ങനെ എളുക്കായിരിക്കും? നീ കാരണം എനിക്ക് വെളിയിറങ്ങാൻ പറ്റില്ല എന്ന്. ഞാൻ പറഞ്ഞു ശിവപ്രസാദ് നമ്മളെന്ത് ചെയ്ത്? എൻ്റെ പേര് വിലാസിനി എന്നാണ്. അത് കുഴപ്പമൊന്നുമാണ്, സ്ഥലം വെടിവെച്ചാങ്കോവിൽ നീയാ കാരണം. അപ്പോഴും നമുക്ക് ആരും അതുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ നല്ല കാര്യമായിരുന്നു അവർ. ഞങ്ങൾക്ക് വേണ്ടി ആ വിലാസിനി സൗണ്ട് ഞാൻ പറയാൻ തുടങ്ങായിരുന്നു. ആ പാട്ട് എന്നെ കുറേ ഒന്ന് പാടും. എന്നെ കുറെ കേട്ട് നിങ്ങൾക്ക് തന്നെ എന്നെ കുറേ ചെല്ല പെരാണ്ടിക്ക് എന്നെ കുറേ. ഞാൻ ഈ 2 മക്കളെ വളർത്തി, ഒരുത്തന്മാരും തിരിഞ്ഞു നോക്കണില്ല. അവസാനം ഇവനാണ് വന്ന് നോക്കിയത്. അകേശേ എടാ അകേശേ എന്ത് രക്ഷപാടാ. 2 എന്റെ അനിയന്മാരാണ് കേട്ടാ. ഓക്കെ, അടിപൊളി. അപ്പൊ അഖിലേ, വീണ്ടും ഞാൻ അഖിലിലേക്ക് തിരിയുന്നു. അഖില് നേരത്തെ പറഞ്ഞു നമ്മുടെ ബമ്പർ ചിരിയിൽ അടിച്ച സമ്മാനം കൊണ്ടാണ് ബൈക്ക് എടുത്തതെന്ന് പറഞ്ഞു. അപ്പൊ ആ ഒരു ഇൻസിഡന്റിനെ കുറിച്ചൊന്ന് പറയൂ. ഇൻസിഡന്റ് അല്ല, അത് നിനക്ക് മറക്കാൻ പറ്റാത്തൊരു ഓർമ്മയില്ലേ? അന്ന് അതിനെ പറ്റി എന്തേലും ഒന്ന് ഷെയർ ചെയ്യും. പുതിയൊരു കുട്ടി ജനിക്കുന്ന കണക്കായിരുന്നു വീട്ടില്. അമ്മയ്ക്കൊക്കെ ഒരാളൊരു സെന്റി പറഞ്ഞപ്പോഴത്തേക്ക് പിടിക്കൂടാ. വീട്ടിലൊരു കൊച്ചു കുഞ്ഞ് ആദ്യമായിട്ട് വരുന്ന രീതിയിൽ അങ്ങനെ എങ്ങനെ പേരിട്ടെങ്ങനെ ഒരു സൈലൻസർ എടുത്തിട്ട് മൊത്തം കോമഡി പറ കേക്കട്ടെ. അത്രേ ഉള്ളു. പറഞ്ഞില്ലല്ലോ ഒന്നും. പള്ളിയിലൊക്കെ കൊണ്ടുപോയി പിന്നെ വീട്ടിൽ കൊച്ചി ജനിക്കുന്ന ഇവന്റെ വീട്ടിൽ ചെന്നപ്പോ ഇവരുടെ അമ്മ മോൻ എത്ര വയസ്സായിരുന്നു? ഞാൻ പറഞ്ഞു എനിക്കാണോ? അല്ല വണ്ടിക്ക് അതെന്താ പറയാണ്ട്. അപ്പൊ ഞാൻ ഊഹിക്കാണ് നിന്റെ വീട്ടിൽ വണ്ടി ഉള്ളപ്പോ എന്ത് ചെയ്യുന്നത്. ഇപ്പൊ ഫ്ലോറിൽ സ്കിറ്റ് കളിക്കുമ്പോഴേ കുറെ ആക്സിഡൻസ് ഒക്കെ ഉണ്ടായി കാണുമല്ലോ. അതായത് തലയിടിക്കുക, അങ്ങനത്തെ ചോദ്യം തലയടിച്ചു കൊടുക്കുന്ന ലൈവായിട്ട് കണ്ടോണ്ടിരുന്ന. അപ്പൊ അതൊന്ന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ സ്ക്രൂ ഇങ്ങനെ ഈ ഗിറ്റാറിന്റെ കമ്പുണ്ടല്ലോ, കമ്പി ഇങ്ങനെ ടൈറ്റ് ആയിട്ട് ഇവര് ആർക്കെടുത്ത് തലയടിക്കുന്നു പറഞ്ഞിട്ടില്ലായിരുന്നു. ഇവൻ ചിരി കുറഞ്ഞ സമയത്ത് കൈ നിട്ട് കളിച്ച് തല ഇങ്ങനെ അടിച്ച് ഫസ്റ്റ് അടി കിട്ടിയത് ഗിറ്റാറ് പൊളന്നപ്പം തലയും ജസ്റ്റ് ഒന്ന് എനിക്ക് ഓർമ്മയില്ല, ചെറിയ അടി കിട്ടി. ഒറിജിനൽ ഗിറ്റാർ
അല്ലല്ല ഒറിജിനൽ അല്ല, അതിന്റെ വേറൊരു ഉണ്ടാക്കി തന്നെ. പക്ഷെ ആ തലയടിക്കുന്നത് പറഞ്ഞിട്ടില്ലായിരുന്നു അവരടുത്ത്. അപ്പോഴും സ്ക്രൂ വെച്ച് ടൈറ്റ് ചെയ്യാൻ ആവശ്യമില്ലല്ലോ. ഫസ്റ്റ് അടിച്ച് അപ്പോൾ ഒരു ചിരി കിട്ടി. തലയടിച്ച് ഞാൻ ഇങ്ങനെ ഇരുന്ന് ചിരി കിട്ടിയപ്പോൾ ഇവൻ പറഞ്ഞ് പിന്നെ കൈ നിന്നിട്ട് ആ പൊട്ടി കിത്തറിട്ട് പിന്നെ ഒറ്റയടി. അപ്പോൾ രണ്ടാമത്തെ അടി ഈ സ്ക്രൂ ആയിരുന്നു, ഒറ്റയടി. അത് ഇളക്കി ചിരി കിട്ടിയപ്പോൾ മൂന്നാമത് പിന്നെ അടി. ഫ്ലോറിൽ ഞാൻ ഉണ്ടായിരുന്നു. അപ്പൊ സ്കിറ്റ് ഇതിനു മുമ്പ് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ കണ്ണിന്ന് വെള്ളം ഒഴിക്കണം, വെള്ളമല്ല രക്തമായിരുന്നു. ഞാൻ നോക്കിയപ്പോൾ ചോര. സാറേ അഭിനയമല്ല സാറേ, ചോര സാറേ പറഞ്ഞു വീണു. മറ്റേ നമ്മള് കളിച്ച 6 നമ്പുരാനകത്ത് അത് ഇവിടെ സ്ലൈഡ് ബിഗ് വയ്ക്കാനായിട്ട് സ്ലൈഡ് ഞാൻ കുത്തി വെച്ചിരിക്കായിരുന്നു. അത് സത്യം പറഞ്ഞാൽ സ്കിറ്റ് കളിച്ചപ്പോ എനിക്ക് ഭയങ്കര ചിരി വരുന്നേ. ചിരിക്കാൻ പാടില്ല, ഞാനൊരു സാരിയൊക്കെ പൊത്തിപ്പിടിച്ചിങ്ങനെ എന്നിട്ട് അതിനകത്ത് ഉന്തി ഇടുന്നൊരു സീനുണ്ട്. അപ്പൊ ചിരി കയറി കഴിഞ്ഞപ്പോഴത്തേക്കും അങ്ങനെ സ്കിറ്റ് കുറെ കൂടി ചെന്ന് ഒറ്റയിടി. അപ്പൊ ഹെയർ പിൻ കുത്തിയിട്ടുണ്ട്. അവസാനമായിട്ടൊരു ചോദ്യം. നമ്മുടെ ബമ്പർ ചിരി ഫ്ലോറിൽ കയറാൻ പ്രേക്ഷകർക്ക് കുറേ പേർക്ക് ആഗ്രഹം കാണും. അപ്പം അവർ വിചാരിക്കുന്നുണ്ടാവും എങ്ങനെയായിരിക്കും ആ ഫ്ലോറിൽ വരിക, അല്ലെങ്കിൽ സ്കിറ്റ് എങ്ങനെ ചെയ്യാൻ പറ്റുക, നിങ്ങളെല്ലാവരും കാണാൻ എങ്ങനെയാണ് അവസരം കിട്ടുക എന്നൊക്കെ. അപ്പോൾ എനിക്കും അറിയാം. ഫ്ലോറിൽ സ്കിറ്റ് ചെയ്യണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് പ്രേക്ഷകർക്കൊന്ന് എല്ലാരും വരണം. കാരണം വെച്ചാൽ മുമ്പ് ഞാൻ ശ്രീധരനൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ട് ആദ്യം, ചേട്ടാ എങ്ങനെയാണ് അതിനകത്ത് വരേണ്ടത് ആദ്യം. പക്ഷെ റിപ്ലൈ തന്നോ ഇല്ലേ? റിപ്ലൈ തന്നു പറയട്ടെ നല്ലതാണ്. അപ്പൊ ശ്രീധരൻ അന്നേരം പുള്ളി വന്നതിന്റെ ഇത് വെച്ചായിരിക്കും ഇവിടെ അന്ന് ടി വിയിൽ എഴുതി കാണിക്കുമായിരുന്നു നമ്പര്. അപ്പൊ അത് കൊടുത്ത് വന്നാൽ മതിയെന്നു. അങ്ങനെ പിന്നെ അത് കഴിഞ്ഞിട്ട് സീസൺ 1 മെസ്സേജ് അയച്ചിട്ട് എന്തോ ഭാഗത്തിന് അഖിലിന് മെസ്സേജ് അയച്ചത് കാര്യമായി, അവൻ എന്നെ വിളിച്ച്. അതിനുശേഷം എനിക്ക് എൻ്റെ മെസ്സേജ് വന്നു കഴിഞ്ഞാൽ ആൾക്കാർക്കൊക്കെ ഞാൻ ഷെയർ ചെയ്ത് കൊടുക്കും. അതിൻ്റെ അടുത്ത് ഓഡീഷൻ ഉണ്ട്, അതുണ്ട്, ഓഡീഷൻ ഉണ്ട്, എല്ലാവരും വന്ന് പങ്കെടുക്കണം. പിന്നെ അഥവാ എല്ലാ ജില്ലയിലും ഓഡീഷൻ ഉണ്ട്, എല്ലാവരും വരണം. പിന്നെ നമ്പറിൽ വീഡിയോ അയച്ചു കൊടുക്കുക. അപ്പൊ നമുക്ക് അടുത്തൊരു സെഗ്മെന്റിലേക്ക് പോവാം. പുതിയ സെഗ്മെന്റ് ഒന്നല്ലോ, ഫൺ വിത്ത് സ്മൃതി. അത് തന്നെ. ഓക്കെ, സ്മൃതി. അപ്പൊ നിങ്ങളുടെ നാട് കൊല്ലം, ശ്രീധരന്റെ നാട് ട്രിവാൻഡ്രം. ഓക്കെ, അപ്പൊ ഞാൻ കണ്ണൂർ സ്ലാങ്ങില് കുറച്ച് കാര്യങ്ങൾ പറയും. അത് നിങ്ങൾ നിങ്ങളുടെ കൊല്ലമായിട്ട് പറയാം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. വീട്ടില് മാച്ചി എടുത്ത് ഇറയം അടിച്ചു വരുന്ന. വീട്ടില് മാച്ചി എടുത്ത് ഇറയം അടിച്ചു വരുന്ന. ശ്രീതേട്ടാ വീട്ടിലെ മാച്ചി എടുത്ത് ഇറയം അടിച്ചു വരീന. എനിക്ക് തോന്നുന്നു ചൂലെടുത്തിട്ട് അടിച്ചു വാരിയോ? കറക്റ്റ് നിങ്ങളുടെ സ്ലാങ് പറയണേ. വീട്ടില് മാച്ചി എടുത്ത് ഇറയം അടിച്ചു വാരീന. ഞാൻ പറയാം, ഞങ്ങളുടെ കൊല്ലം ഞാൻ പറയാം. വീട്ടില് ചൂല് വെച്ച് മുറ്റം അടിച്ചു വാരിയായിരുന്നോ? മുറ്റല്ല, അകത്ത് ഇറയം. മുറി ഇറയം വരാന്തയില്ലേ? പറ കൊല്ലം. വീട്ടില് ചൂലെടുത്തിട്ട് വരാന്ത അടിച്ചു വാരിയായിരുന്നോ? എടി തുറപ്പെടുത്ത് ആ മുറ്റമൊക്കെ അടിച്ചു വാരി, അല്ലെങ്കിൽ വരാന്ത മൊത്തം തൂക്ക്, അങ്ങനെ പറയും. തൂര് തൂര് ഒരു വാക്കങ്ങോട്ട് മാറി. ചൂലെടുത്ത് മിസ് അടിച്ചു, മറ്റെന്തോ വരാന്ത അടിച്ചു. വരാന്ത തൂര്. ആ തുറപ്പെടുത്ത് വരാന്ത തൂര്. ആ ചൂലെടുത്ത് ആ വരാന്ത തൂക്ക്. നിങ്ങൾക്ക് വളപ്പുണ്ടാ? ചെറുതായിട്ട് വട്ടുണ്ടായി. ഇയാൾ ഇച്ചിരി വളിപ്പ് വന്നു. അതെന്ന് വെച്ചാ നിങ്ങൾക്ക് വളപ്പുണ്ടാ? അതെന്തോ അതിന്റെ അർത്ഥം ആണോ? എന്താ വളപ്പുണ്ടോ? എനിക്ക് കൊല്ലം ഞാൻ കിട്ടും. കൊല്ലം പറ. വളപ്പ്. നിങ്ങൾക്ക് വളപ്പുണ്ടാ? അഖില് ചെറുതായിട്ട് പറടാ. ഉളിപ്പുണ്ടോന്നായിരിക്കും ചിലപ്പോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് വളപ്പുണ്ടായിനോ? നിങ്ങൾക്ക് വളപ്പുണ്ടായിനോ? വളപ്പുണ്ടായിനി. വായി നോട്ടം ഉണ്ടായിരുന്നോ? അല്ല, നിങ്ങൾ കണ്ടുപിടിക്കേണ്ടതാണ്. അത് ഞാൻ പറയാം. വളപ്പെന്ന് പറഞ്ഞാ നമ്മുടെ വളപ്പില്ലേ? വീട്ടുവളപ്പില്ലേടാ, പണയില്ലേ? അപ്പൊ അത് പറ, നിങ്ങക്ക് വളപ്പുണ്ടായിനോ? നമുക്ക് പണയുണ്ട്. പണയുണ്ട്. അതല്ലേ അത് തന്നെ പണയെ പോയി ഇത് പുല്ല് കുറച്ചോണ്ട് വന്നു. പണയെന്നൊക്കെ പറയും.
നീ അത് കോട്ടയത്ത് പറഞ്ഞ കോട്ടയം അതെന്താ ഞാൻ കണ്ണൂർ സ്ലാങ്ങിലാണ് ഞാൻ പറയുന്നത്. ഇനി കോട്ടയത്തെ ഞാൻ ഇപ്പൊ പറയില്ല. കൊല്ലം പറ. അതാന്ന് പറ, ഞാൻ നേരത്തെ അയ്യോ ഞങ്ങൾ അയ്യോ എന്നല്ല മുറ്റ ഇതിനാന്ന് പറയുന്നത് വേറെ വയലാണോ? വയല് വയലാണോ? വയലോ ഞങ്ങക്ക് വയൽ, നിനക്ക് വയലുണ്ടായിരുന്നു. വളപ്പെന്ന് പറഞ്ഞാ മുറ്റാണ്. വീട്ടുവളപ്പെന്നൊക്കെ പറയത്തില്ലേ, വീട്ടുമുറ്റൊക്കെ. മുറ്റം, അത് മുറ്റം തന്നെ. നിങ്ങക്ക് വീട്ടിൽ മുറ്റം ഉണ്ടായിരുന്നു? നിങ്ങൾക്ക് വളപ്പ് ഉണ്ടായിനോ? നിങ്ങളുടെ വീട്ടിൽ മുറ്റം ഉണ്ടായിരുന്നു? നിങ്ങളെ വീട്ടിൽ മുറ്റം ഉണ്ടോ? ഞാൻ പണയ വയലെന്ന് നീ കോട്ടയത്ത് അങ്ങനെ തന്നെ ഇത് തന്നെയാണ് മുറ്റം തന്നെ. മുറ്റം നമ്മളും പറയണം. ഞാൻ മുറ്റം എന്നല്ല പണയെന്ന് പറയുമ്പോഴേ അല്ലെങ്കിൽ വാഴ മുറ്റത്തെന്ന് പറയും. നമ്മള് മുറ്റത്ത് തന്നെ പറയണം. പക്ഷെ ഇത് പണയെന്ന് പറയുമ്പോ വാഴത്തോപ്പൊക്കെ നിൽക്കൂലേ, അതാണ് പയ്യം. കണ്ട ഭംഗി പറയണ്ട. ചോദിക്കട്ടെ, അയ്യോ എന്നൊക്കെ പറയൂലേ എണ്ണ? ഓ അങ്ങനെ കൊള്ളൂല. ഓക്കെ. എന്തായാലും ഇത്ര വർത്താനൊക്കെ പറഞ്ഞല്ലേ, കുറച്ച് ബത്തക്ക വെള്ളം എടുക്കട്ടെ? നാരങ്ങ വെള്ളം എടുക്കട്ടാ? എന്തായാലും ഇത്ര ഒന്നും പറഞ്ഞോക്ക്. എന്തായാലും ഇത്ര വർത്താനൊക്കെ പറഞ്ഞല്ലേ, കുറച്ച് ബത്തക്ക വെള്ളം എടുക്കട്ടാ? ഞാൻ പറയാം. കൊല്ലം മത്തങ്ങ വെള്ളം എന്ന് പറയുമ്പോ നാരങ്ങ. ഒരു കാര്യാലോചിക്കണം, കൊല്ലം ട്രിവാൻഡ്രം ആൾക്കാര് കാണുന്നുണ്ട്. നിങ്ങള് തെറ്റത്തിലും പറഞ്ഞ മത്തങ്ങ വെള്ളം എന്നല്ലേ പറഞ്ഞേ? അതെനിക്ക് മനസ്സിലായി. ഒന്നുകൂടെ ചോദിക്കാവോ? എന്തായാലും ഇത്രയും വർത്താനൊക്കെ പറഞ്ഞല്ലേ, കുറച്ച് ബത്തക്ക വെള്ളം എടുക്കട്ടെ? എന്തായാലും ഇത്രയൊക്കെ നിങ്ങൾ സംസാരിച്ചല്ല, കുറച്ച് തണ്ണിമത്തൻ വെള്ളം എടുക്കട്ടാ? ഓ ശരി. അനുമോദനായിരുന്നു. അതാരും പറയണ്ടായിരുന്നു. വേറെ എന്തായാലും ഇത്ര നേരം സംസാരിച്ചില്ലേ, ഒരു തണ്ണിമത്തൻ ജ്യൂസ് കുടിക്കാം. തണ്ണിമത്തൻ അവിടെ ബത്തക്ക ബത്തക്കെന്ന് പറഞ്ഞ ഓക്കെ. ബക്കറ്റും വെള്ളം ശ്രീതട്ടാ, അട്ടത്തിടന്ന കുപ്പായാലും എടുത്തിനോ? അറ്റത്ത് കിടന്ന തുണി എടുത്താ? അട്ടത്തിലെ കുപ്പായ എന്താടേ ഇത്? അട്ടത്ത് കിടന്ന കുപ്പായാലും എടുത്തിനോ അല്ലെ എടുത്തിനാ? തിരുവനന്തപുരം ഫസ്റ്റ്. അട്ടേന്റെ പുറത്താ? അട്ടത്ത് കിടന്ന കുപ്പായാലും എടുത്തിനാ അല്ലെ എടുത്തിനോ? എന്നെ എന്തിനാ നോക്കുന്നത്? നിങ്ങൾ അങ്ങോട്ട് പോയി പറയാം, എനിക്കറിയില്ല. പട്ടാവണെങ്കിൽ നമ്മുടെ തിരുവനന്തപുരത്തുണ്ട്, പട്ടത്ത്. നിങ്ങൾ പറ. നിങ്ങൾ പറഞ്ഞ ഞാൻ ഇപ്പൊ പറയല്ലേ? 2 കൊല്ലം ഒരിക്കലേ ഞാൻ ഒരു തിരുവനന്തപുരം. എന്ത് ചോദ്യം? അട്ടത്തുനിന്ന് കുപ്പായാലും എടുത്തിനാ അല്ലെ എടുത്തിനോ? വേഗം ലാഗാക്കരുത് പ്ലീസ്. അവൾക്ക് എന്തും പറയാം, കാരണം നമുക്ക് അറിഞ്ഞൂടാ. അവള് പറഞ്ഞ വിശ്വസിക്കുക. അട്ടത്തിറങ്ങുന്ന കുപ്പായ എടുത്തോന്ന്, അറ്റത്തിറങ്ങുന്ന ഉടുപ്പെടുത്തോ? നീ അശേഖടന്ന തുണി എടുത്തോന്ന്. അശേഖടന്ന തുണി എടുത്തോന്ന്. അശയെ കിടന്ന് ഉടുപ്പെടുത്താ? ഞാൻ പറയാം. തുണിക്കടയിൽ നിന്ന് തുണി എടുത്തായിരുന്നോ? അട്ടമാണോ തുണിക്കട? അട്ടം തുണിക്കടയല്ല, ഞങ്ങളവിടെ അട്ടം ടെക്സ്റ്റൈൽസ് ഉണ്ട്. ടെറസിന്റെ മുകളിൽ തുണി എടുത്താ? ടെറസിന്റെ മുകളിൽ തുണി എടുത്താ നിങ്ങളവിടെ? നമ്മള് ടെറസില്ല, ടെറസിനാണ് അട്ടം എന്ന് പറയുന്നത്. ഓക്കെ, തീരുമാനമായില്ലേ? എന്തുവാ? ഒരു മിനിറ്റ് വൈൻഡപ്പ് ചെയ്തോട്ടെ, ഒരു സെഗ്മെന്റ് കഴിഞ്ഞു. അപ്പൊ ഈ സെഗ്മെന്റും നമ്മൾ വൈൻഡപ്പ് ചെയ്തു. അതൊക്കെ ഇടും. ആ സെഗ്മെന്റ് കഴിഞ്ഞ് എന്താണ്? കുറെ നേരമായില്ലേ ഇത്ര ഇതെല്ലാം ഇവര് ഇരിക്കാനും ഇതെല്ലാം കൊണ്ടുവന്നല്ലേ ഞാൻ അത് ഇവരുടെ കഴിഞ്ഞ ഇന്റർവ്യൂ കഴിയാറായി. ഇനിയിപ്പോ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു വട്ടം അവിടെ ഇരുന്നിട്ട് വേണ്ട, അതിന്റെ ആവശ്യമില്ല. ഇതിപ്പോ ഇവരുടെ ഇന്റർവ്യൂ അല്ലേ. ഒന്നിരുന്നിട്ട് വേണ്ട 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 ഒരു ഇന്റർവ്യൂ ജീവിതത്തിൽ ഇതുവരെ കിട്ടിയിട്ടില്ല. വേണ്ട. നിങ്ങളുടെ ഇന്റർവ്യൂ ആണ്. നമ്മള് ഫ്ലോറിൽ അങ്ങനെ സ്കിറ്റ് കളിച്ച് കഴിയുമ്പോഴാണ് കയറുന്നത്. അല്ല സൈറൺ ലാസ്റ്റ് സ്കിറ്റ് കഴിയുമ്പോഴാണ്. ഞാൻ സജിൻ, കഴിഞ്ഞ ഒരു 1.5-2 വർഷം അടുപ്പിച്ചായിട്ട് നേരത്തെ കണ്ടസ്റ്റൻ്റ് ആയിരുന്നു, ഇപ്പോൾ ഗ്രൂമറാണ്. ഇവർക്ക് സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നു.
പിന്നെ എന്താ പറയാന്ന് വെച്ച് കഴിഞ്ഞാല് കാരണം നല്ല നല്ല ഒരു മിനിറ്റ് കോൾ ഹലോ നല്ല നല്ല വിളിക്കുന്ന ഇടയ്ക്ക് ഓ അപ്പോൾ നേരത്തെ എത്തണോ? ആ ശരി 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 ഓക്കെ ഓക്കെ അപ്പൊ നല്ല സൈജായിട്ട് ഒരു മിനിറ്റ് ഷെഡ്യൂൾ ഓ ശരിയാണ് ഞാനും ഉണ്ട്. ഒരു മിനിറ്റ് മൈൻഡപ്പ് ചെയ്യാം. അപ്പൊ മൈൻഡപ്പ് ചെയ്യാ ഒരു മിനിറ്റ് കേട്ടോ. നല്ല മൈൻഡപ്പ് ചെയ്യട്ടെ ഒരു മിനിറ്റ്. അപ്പോൾ ഇത്രയും നേരം നമുക്ക് കുറച്ച് സമയങ്ങൾ നമ്മളോട് സ്പെൻഡ് ചെയ്ത അഖില അഗേഷ് ശ്രീധരന് ഒരുപാട് താങ്ക്സ്. അപ്പൊ ഒരുപാട് താങ്ക്സ്. അപ്പൊ ഇനിയും ഉന്നതികൾ എത്തട്ടെ. അപ്പൊ സ്മൃതി സൈനിങ് ഓഫ് ഫ്രം ചോട്ട മുംബൈ. ഞാൻ ഡ്രസ് എടുത്ത് വിളിച്ചിട്ടുണ്ട്. ഒന്ന് പോ. ഞാൻ ഇത് അല്ലേ